നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. നേടിയത് വമ്പിച്ച മുന്നേറ്റമാണ്. തൃശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചത് എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ ശക്തമായ ഒരു വോട്ട് ബാങ്ക് നേടാൻ കഴിഞ്ഞു ബി.ജെ.പിക്ക്. അതിൽ ഏവരെയും ഞെട്ടിച്ചത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഒന്ന് ആലപ്പുഴയും മറ്റൊന്ന് ആറ്റിങ്ങലുമാണ്. ആലപ്പുഴയിലേത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം പോലും വിചാരിച്ചില്ല ശോഭാ സുരേന്ദ്രൻ ഒരു മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കുമെന്ന്. കേന്ദ്ര ബി.ജെ.പി. നേതാക്കളെ പോലും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എവിടെ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി അതുവഴി നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നത് കേന്ദ്ര ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. പാലക്കാട് ബി.ജെ.പിയെ സംബന്ധിച്ച് വിജയം നേടാൻ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം ഇന്ന് വരെ കാണാത്ത ഒരു പോരാട്ടമാകും നടക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വിജയപ്രതീക്ഷ ബി.ജെ.പി. ഇപ്പോൾ കാണുന്നില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കും എന്നത് ഉറപ്പാണെങ്കിലും വയനാട്ടിൽ യു.ഡി.എഫിന് ഒരു ഭീഷണിയായി ബി.ജെ.പി. മാറുക എന്നത് കൂടാതെ വലിയ തോതിൽ വോട്ട് ബാങ്ക് വർദ്ധിക്കുക വഴി ഭാവിയിൽ ഗുണം ചെയ്യാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല. വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു.ഡി.എഫിന് വലിയ തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയവുമില്ല. അത് മാത്രമല്ല, അവർക്ക് വലിയൊരു നാണക്കേടായി മാറും. ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ടാൽ ചേലക്കര പിടിക്കുക എന്ന ലക്ഷ്യമാണ് യു.ഡി.എഫിന്റെ മുന്നിലുള്ളത്. ഇവിടെയും തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി യു.ഡി.എഫ്. ആകും. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുക എന്നതാണ് അവരുടെ ആദ്യ പടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തിയത് രമ്യ ഹരിദാസാണ്. ഇത്തവണ രമ്യയ്ക്ക് ആലന്തൂരിൽ കാലിടറിയത് പിന്നിൽ ബി.ജെ.പി. അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിച്ചതുകൊണ്ടാണ്. അതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്. 20,143 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CPM സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചതെന്നത്. ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇടതുപക്ഷത്തെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ചേലക്കരയിൽ ഇടതിന്റെ ബി.ജെ.പി. തോൽപ്പിച്ചാൽ LDFന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകും. അതുപോലെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ ക്ഷീണമായിരിക്കും സൃഷ്ടിക്കുക. പാലക്കാട് അട്ടിമറി വിജയം നേടുക, ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് ബി.ജെ.പി. പാലക്കാട് പയറ്റാൻ നോക്കുന്നത്. ചേലക്കരയിൽ എന്തായാലും വിജയിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പിക്ക് അറിയാം. എന്നാൽ CPMന്റെ തോൽവി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് ബി.ജെ.പിയുടെ ഓപ്പറേഷൻ കേരളയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9,707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു.ഡി.എഫിന് ഉണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ബി.ജെ.പി. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ഏതറ്റം വരെയും ബി.ജെ.പി. പോകുമെന്നതിൽ സംശയമില്ല. തീപാറുന്ന പോരാട്ടത്തിനാണ് പാലക്കാടും ചേലക്കരയും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് ബി.ജെ.പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്ന ബി.ജെ.പി. കേരളത്തിലേക്ക് വരുമ്പോൾ ബി.ജെ.പി. ആ ഒരു മുദ്രാവാക്യം മാറ്റി കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളമാക്കിയാണ് ഇനി മാറ്റാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും ബി.ജെ.പിക്ക് കഴിഞ്ഞതോടുകൂടിയാണ് കേരളത്തിലെ പ്രധാന ടാർഗറ്റ് CPM ആയി അവർക്ക് മാറിയിരിക്കുന്നത്. CPMനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ കാവ്യ രാഷ്ട്രീയത്തിന് മുന്നേറ്റം ഉണ്ടാകൂ എന്ന് ബി.ജെ.പിക്ക് നല്ലപോലെ തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാനമായും CPMന്റെ ഹിന്ദു വോട്ടുകളാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടകൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ബി.ജെ.പിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ല. പിന്നെ അവർക്ക് എളുപ്പത്തിൽ കേരളത്തിൽ വൻ ഭൂരിപക്ഷം പിടിക്കാൻ സാധിക്കുമെന്നതിൽ വ്യക്തമാണ്. ഈ സാഹചര്യം മുതലാക്കാൻ ചേലക്കരയിൽ CPMനെ പരാജയപ്പെടുത്താനും പാലക്കാട് വിജയിക്കാനും വേണ്ടി ഇപ്പോൾ തന്നെ ബി.ജെ.പി. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. കെ സുരേന്ദ്രന്റെ മണ്ഡലം പര്യടനം നടക്കുന്ന സൂചനയും അതോടുകൂടിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഡേറ്റ് വന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാലക്കാടേക്ക് എത്തുമ്പോഴും അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലസ് പോയിന്റുകളാണ്. കൂടുതൽ വോട്ടുകൾ അവർക്ക് എത്താനുള്ള സാധ്യതയാണ്. CPM ഇപ്പോൾ
തകർന്ന് തരിപ്പണമായി നിൽക്കുന്നൊരവസ്ഥ. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള കേസുകളിൽ ED സ്വത്ത് കണ്ടുപിടിക്കുന്നു. അതെല്ലാം വീണ്ടും അവിടെ ഉന്നയിക്കുമ്പോഴും CPMന്റെ കള്ളത്തനങ്ങളെല്ലാം ഓരോന്നായിട്ട് എണ്ണി പറയുമ്പോഴും അവർക്ക് വോട്ട് ബാങ്കുകൾ കുറഞ്ഞ് അത് BJPയിലെ പെട്ടിയിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നത് വ്യക്തമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ CPM പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതവർക്ക് CPM കേരളത്തിൽ അസ്തമിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന നൽകുമെന്നത് വ്യക്തമാണ്.